ഹായ് മകളെ, എയിംസ് എന്നോ IIT-കൾ എന്നോ NIT-കൾ എന്നോ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. +1 സയൻസ് എടുത്തിട്ട് അത്യാവശ്യം നോളജ് എങ്കിലും നമുക്ക് ഉണ്ടാവണം എങ്കിലും പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് അത്ര അധികം ധാരണയില്ലാത്തൊരു ഏരിയ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. മകളെ, നിങ്ങൾ ഒരു ഡോക്ടർ ആവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോളേജാണ്, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളൊരു എഞ്ചിനീയർ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകളാണ് ഞാൻ പറഞ്ഞ IIT-കളും NIT-കളൊക്കെ. ഇതല്ലാതെയും ഒരുപാട് ജിമ്മർ പോലത്തെ കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ നിമിഷം ഞാനിത് പറയുന്നത്? ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ +2വിന് ശേഷം നീറ്റ് അതേപോലെ തന്നെ JEE പോലത്തെ എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തിനാണെന്നല്ലേ, ഒരു വർഷം പോലും നഷ്ടപ്പെടുത്താതെ +2വിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട്. ഇത് എക്സ്ക്ലൂസീവായിട്ട് തൃശ്ശൂരിലെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെയും അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. സോ നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. IIT-യിൽ നിന്ന് റാങ്ക് ഹോൾഡർ ആയിട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇക്ബാൽ സാറാണ് നമ്മുടെ JEE നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാലങ്ങളായിട്ട് അത്രയധികം എക്സ്പേർട്ടുള്ള ഫിസിക്സിൻ്റെ പ്രീമിയം ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മുടെ ഫമീൽ സാറാണ് നമ്മുടെ ഫിസിക്സിനെ പറ്റിയും അതോടൊപ്പം തന്നെ JEE NEET-നെ പറ്റിയൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുന്നത്. സോ ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. സമയം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 23-ാം തീയതി മാർച്ച് 2025, അതായത് കോഴിക്കോടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നാളെയാണ് വർക്ക്ഷോപ്പിൻ്റെ ഡേറ്റ് വരുന്നത്. 2 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒക്കെ എക്സാം ഇനി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും. ഇത് പിന്നീട് നിങ്ങൾക്കൊരു അവസരം കിട്ടണമെന്നില്ല. അത് മജസ്റ്റിക് ഓഡിറ്റോറിയത്തിലാണ്, ചിന്താവളപ്പാണ്, കോഴിക്കോടാണ്. ഓക്കെ, രണ്ടാമതായിട്ട് 2 മണിക്കാട്ടോ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഞാൻ വരുന്നത് തൃശ്ശൂരുള്ള നമ്മുടെ കാൽഡിയൻ സെൻറ്ററിലേക്കാണ്, അതായത് പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. 10 മണിക്കാണ്. അത് 30-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും, യാതൊരു സംശയം ഉണ്ടാവില്ല കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഗൈഡ് തരാൻ ഒരാളും ഇല്ലായിരുന്നു. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് പഠിച്ചാലാണ് ഇവിടെ എത്തുക, റിപ്പീറ്റ് ചെയ്യാൻ പോകണോ, റിപ്പീറ്റ് ചെയ്യാത്തതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പേർട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓഫ്ലൈനായിട്ട് വരുന്നത്. സോ ഈ ഒരു അവസരം മിസ്സാക്കരുത്. വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോഴിക്കോടുള്ള ഫ്രണ്ട്സിനും അതേപോലെ തൃശ്ശൂരിലെ ഫ്രണ്ട്സിനും, ഇനി അല്ലെങ്കിൽ കോഴിക്കോടേക്കും തൃശ്ശൂരിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇത് സ്റ്റേറ്റ് CBSE കുട്ടികൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അടിപൊളിയാക്കുക, ഉഷാറാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്.